നമസ്കാരം. ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഒരു വലിയൊരു ഓർഡറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ആ കമ്പനിയുടെ ജസ്റ്റ് അവരുടെ ഒരു ഫിനാൻഷ്യൽ അതുപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. കമ്പനിയുടെ പേര് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് ഇത് ഏകദേശം 18 റുപ്പീസിൻ്റെ താഴോട്ട് പോയിരുന്നു. ഏകദേശം 1% ഒരു താഴോട്ട് പോയിരിക്കുന്നത് കാണാൻ പറ്റും. ക്ലോസിംഗ് പ്രൈസ് 1758 റുപ്പീസാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള GRSC യുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡറിനെ പറ്റിയാണ് എന്ന് പറയുന്നത്. ഈ ഓർഡർ എന്ന് പറയുന്നത് GRSC സയൻസ് കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെലിവറി ഓഫ് 7500 DWT മൾട്ടി പർപ്പസ് വെസൽ. ഇവരുടെ കിട്ടിയിരിക്കുന്ന ഒരു ഓർഡറിനെ പറ്റിയാണ്. ഗാർഡൻ ബീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് സൈൻഡ് കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെലിവറി ഓഫ് second ship from series of 4 additional vessels, 7500 DWT multi-purpose vessels MPV on 4 December 2024 at Hamburg, Germany. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള 4 അഡീഷണൽ വെസൽസ് 4 അഡീഷണൽ ആയിട്ടുള്ള ഷിപ്പിൻ്റെ ഒരു ഓർഡറോടെ ഇവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ഓർഡറാണ്. ദ കോൺട്രാക്ട്സ് ഫോർ ദ റിമൈനിങ് 2 വെസൽ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ആസ് ആൻഡ് വെൻ റെസ്പെക്റ്റീവ് കോൺട്രാക്ട് സൈൻഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു എന്താ പറയുക ബഡ്ജറ്റ് വരെ ഡിഫൻസ് സെക്ടേഴ്സിൻ്റെ എല്ലാ ഷെയർ പ്രൈസസും വളരെ ഉയരങ്ങളോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബഡ്ജറ്റിൽ അധികം ഒന്നുമില്ല എന്നതിന് ശേഷം ആണ് പല ഡിഫൻസ് സെക്ടേഴ്സിൻ്റെ ഷെയർ പ്രൈസസ് താഴോട്ട് പോയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്നുള്ള തിരിച്ചൊരു പോക്കും ഇപ്പം നമുക്ക് ശ്രദ്ധേയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല ഈ വരുന്ന അതായത് ഒരു 1 or 2 മന്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബഡ്ജറ്റിൽ ഡിഫൻസ് സെക്ടേഴ്സിന് കാര്യമായ ഒരു സംഭാവന ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് ഫിനാൻഷ്യൽ അവർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമ്മളിപ്പോൾ നോക്കാം ഈ കമ്പനിയിൽ. അതോടൊപ്പം തന്നെ ഇവരുടെ കിട്ടിയിരിക്കുന്ന ഓർഡർ ബുക്ക് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യമൂടെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ കമ്പനി ഈസ് എ പ്രീമിയർ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇൻ ഇന്ത്യ അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, പ്രൈമർലി കാറ്ററിംഗ് ടു ദ ഷിപ്പ് ബിൽഡിംഗ് റിക്വയർമെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. അപ്പോൾ ഒരു ഷിപ്പ് ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ വലിയൊരു ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 20,164 crore. കറണ്ട് പ്രൈസ് 1760 റുപ്പീസാണ്. 2800 റുപ്പീസിൻ്റെ ഓൾ ടൈം ഹൈ നിന്നാണ് 1760 റുപ്പീസ് വന്നിരിക്കുന്നത്. അറൗണ്ട് 30-40% ഡിസ്കൗണ്ടിൽ നമുക്ക് ലഭ്യമാണെന്നുള്ളത് കാണാൻ പറ്റും. സ്റ്റോക്ക് പി 52.4% ആണ്. ഇൻഡസ്ട്രി പിയും 52.4% ആണ്. നമ്മൾ ഈ കാര്യം നമ്മളൊരു പോസിറ്റീവായിട്ട് തന്നെ പറയാവുന്നതാണ്. ROCയും ROEയും 27.4ഉം 22.2 ആണ്. രണ്ടും വെല്ലാണ്, വെരി വെല്ലാണെന്ന് കാണാൻ പറ്റും. ലയബിലിറ്റി 8,000 കോടി രൂപയുടെ ലയബിലിറ്റി ഉണ്ട്. കണ്ടിൻജൻ്റ് ലയബിലിറ്റി 6,508 റുപ്പീസിൻ്റെ കണ്ടിൻജൻ്റ് ലയബിലിറ്റി. അത് മീൻസ് ഫ്യൂച്ചറിലോട്ട് വരാവുന്ന. അപ്പോൾ ഈ 2 ലയബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് നെഗറ്റീവാണെന്ന് നിങ്ങൾ പറയാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് 74.5%, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് അവരാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഷെയർ ഏകദേശം 74.5 റുപ്പീസാണ്. ഒരു സ്ട്രോങ് ആയ പോർഷൻ ആണെന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് പ്ലെഡ്ജ് ചെയ്തിട്ടില്ല, പ്ലെഡ്ജ് പെർസെൻറ്റേജ് 0 ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. ഇനി ഇവരുടെ അഡ്വാൻറ്റേജസ് റെഡ്യൂസ്ഡ് ഡെപ്റ്റാണ്, ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്, ഗുഡ് ക്വാർട്ടർ ചെയ്യുന്നു, 25.5 ക്വാർട്ടർ, 5% CAGR കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുണ്ട്. ബട്ട് ഇവരുടെ നെഗറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോണ്ടിൻജൻ്റ് ലയബിലിറ്റി ഈസ് 6,508 crore റുപ്പീസ്. അതായത് ഇനി ഫ്യൂച്ചറിലോട്ട് വരുന്ന ലയബിലിറ്റീസ് ആണ്, ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലയബിലിറ്റീസിനാണ് കോണ്ടിൻജൻ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് കൂടുതലാണെന്നാണ് കാണാൻ പറ്റുന്നത്. ഇനി ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നമ്മൾ ലാസ്റ്റ് എപ്പോഴും നോക്കുന്നത് സെപ്റ്റംബറിലെ ക്വാർട്ടർലി റിസൾട്ട് 2023 സെപ്റ്റംബറിലെ ക്വാർട്ടർലി റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്താണ് നോക്കുക. അപ്പോൾ ഇപ്രാവശ്യം 2024 സെപ്റ്റംബറിൽ 1,153 crore റുപ്പീസ് ആയിരുന്നു. സെപ്റ്റംബർ 2023 898 ആയിരുന്നു. അതിലേറെ കൂടി എന്നുള്ളത് പോസിറ്റീവാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 6% ആണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 5% ആണ്. സ്ലൈറ്റ്ലി ഇൻക്രീസ് ആയി, ഇറ്റ്സ് ഗുഡ്. അതോടൊപ്പം തന്നെ
ഇനി ടാക്സ് എല്ലാം കറക്റ്റായിട്ട് അവർ അടയ്ക്കുന്നുണ്ട്. 24-25% ആണ്. മൈനസായ ടാക്സ് ഒന്നുമല്ല, പോസിറ്റീവ് 25 അടയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 98 crore rupees ആണ്. കഴിഞ്ഞ സെപ്റ്റംബർ 2023 ഇത് 81 crore rupees ആയിരുന്നു. അപ്പോൾ ഇമ്പ്രൂവ്ഡ് ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് 2024 ഓൾ ടൈം ഹൈ ആണ്. ഇനി ട്രെയിലിംഗ് 12 month, അതായത് കഴിഞ്ഞൊരു 12 മാസം നോക്കുകയാണെങ്കിൽ 4101 സെയിൽസ് നടന്നു. അത് ഇസ് ബെറ്റർ ആണെന്ന് പറയാം, ഗുഡാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 6% ആണെന്ന് കാണാൻ പറ്റും. സ്ലൈറ്റ്ലി കുറവായിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ടാക്സ് പെർസെൻറ്റേജ് അവർ കഴിഞ്ഞ് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഓൾ ടൈം ഹൈയിൽ ട്രെയിലിംഗ് 12 month നമുക്ക് കാണാൻ പറ്റും 385 crore rupees. 385 crore rupees ഇതുവരെ വേറെ ഒന്നും വന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾ ടൈം ഹൈ ആണെന്ന് കാണാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു സ്റ്റോക്ക് പ്രൈസ് CAGR കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 104% ഇൻക്രീസ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ഇനി സെയിൽസ് ഗ്രോത്ത് ആണെങ്കിലും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് പ്രൈസ് CAGR ഇറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത് അതും ഇൻക്രീസ്ഡ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ് കൂടുതൽ ഷെയർ, 74,000. FII 3.65 ആണ്, അവർ അധികം ഉണ്ടായിട്ടില്ല. പിന്നെ പബ്ലിക് പിന്നെ DII 1.87 ആണ്. DII ഇതിനകത്ത് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കണം, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കമ്പനി ബേസിക്കലി സ്ട്രോങ് ആണ്. നെഗറ്റീവായിട്ട് 1-2 പോയിൻറ്റ്സ് ഉണ്ട്. ഒരു പോയിൻറ്റ്സ് നല്ല ലയബിലിറ്റി ഇവർക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണത്. ബട്ട് ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം എന്നുകൂടെ ഇതിനകത്ത് ഞാൻ റിമൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഷെയർസുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യണം.